ഇവിടെ വിഴിഞ്ഞം തുറമുഖം അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. 2028 ആ പദ്ധതി പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ 2045 പൂർണ്ണ തോതിൽ പൂർത്തിയാകേണ്ട വർഷമായി കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ അത് നല്ല രീതിയിൽ പ്രവൃത്തി പുരോഗമിച്ച് 2028 പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, നമ്മുടെ രാജ്യത്തുള്ള ആദ്യത്തെ സമർപ്പിത ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മദർഷിപ്പുകൾ ഇതിനകം തന്നെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ട്രയൽ റൺ വേളയിൽ തന്നെ 137 കപ്പലുകൾ, 2,75,000 കണ്ടെയ്നറുകൾ ഈ തുറമുഖത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അത് തുറമുഖത്തിൻ്റെ ഉന്നത നിലവാരമാണ് കാട്ടിത്തരുന്നത്. തുറമുഖ അനുഭവങ്ങളിൽ തന്നെ ഒരു റെക്കോർഡായിട്ടാണ് ഇത് പറയുന്നത്. സർ, അതേപോലെ തന്നെ കഴിഞ്ഞ 8 വർഷക്കാലമെടുത്താൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ കുതിപ്പാണ് കഴിഞ്ഞ കാലയളവിൽ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാടിന് വലിയൊരു ദുഷ്പേര് നിലനിന്നിരുന്നല്ലോ. നേരത്തെ ദീർഘകാലം വരുന്നേ ഉള്ളൂ വ്യവസായ മന്ത്രിയായിരുന്ന ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാലോ കാര്യങ്ങൾ. ഈ നാടൊരു വ്യവസായ നിക്ഷേപ സൗഹൃദ നാടല്ല എന്നൊരു പ്രചരണമായിരുന്നു പൊതുവേ ഉണ്ടായിരുന്നത്. പക്ഷേ ആ പ്രചരണത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ അത്തരം പ്രചാരകർക്കൊന്നും ഇന്നത് പ്രചരിപ്പിക്കാൻ കഴിയില്ല. സർ, അതിനിടയാക്കിയത് എന്താണ്? അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പ്രവർത്തനമാണ്. കാരണം ഇവിടെ ശക്തമായി ഉണ്ടായിരുന്ന ചുവപ്പ് നാട മുറിച്ച് കേരളത്തിൽ വരുന്ന സംരംഭകർക്ക് അനുകൂല സമീപനം സ്വീകരിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കാര്യത്തിൽ 1ാം സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. സർ, അതേപോലെ തന്നെ വിജ്ഞാനാധിഷ്ഠിത സംരംഭങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിലാണ് ഉയർന്നു വരുന്നത്. സർ, നമ്മുടെ നാട് സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ നടത്തുന്ന മുന്നേറ്റം ആർക്കും കണ്ടില്ലെന്നടിക്കാനാവില്ല. രാജ്യത്തെല്ലാമുള്ള വിദഗ്ധരും നിഷ്പക്ഷമതികളുമെല്ലാം നമ്മെ ആ കാര്യത്തിൽ സംസ്ഥാനത്തെ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്.